എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലവ് ബേർഡ്സിൻ്റെ കുറച്ച് ടിപ്സാണ്. ലവ് ബേർഡ്സിനെ വളർത്താൻ പോകുന്നവർക്കും ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഉള്ള വീഡിയോ ആണ്. നമുക്ക് അധികം വൈകാതെ നമുക്ക് ടിപ്സിലേക്ക് പോകാൻ. ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ബ്രീഡിങ് കേജ് വാക്കുന്നതിന് പറ്റിയ കേജ് അയക്കണം. ഞാൻ ഒരു ബ്രീഡിങ് കേജ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഫീമെയിലും മെയിലും ഇട്ടുണ്ട്. ഒത്തിരി ദിവസം കൊണ്ട് ഇരിക്കുക. ഇപ്പോൾ ഈ കേജ് ഞാൻ ഇപ്പോഴാണ് മാറ്റിയത്. അതിൻ്റെ വേറൊരു കേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം. അത് പോയി നിങ്ങൾ നോക്കിയാൽ മതി. ഫീമെയിൽ മെയിലിൻ്റെ വ്യത്യാസമാണ്. കണ്ടോ, മെയിലിൻ്റെ ബീക്ക് എന്ന് വെച്ചാൽ ചുണ്ടിൻ്റെ മേളിൽ കണ്ടോ ബ്ലൂ കളറായിട്ടിരിക്കുന്നത്, അതാണ് മെയിൽ. കണ്ടോ, ഫീമെയിൽ ചുണ്ടിൻ്റെ മേളിൽ കണ്ടോ വൈറ്റ് ആയിട്ടിരിക്കുന്നത്, അതാണ് ഫീമെയിൽ. ഞാൻ മെയിലും ഫീമെയിലും ഒരേ സൈസിലുള്ള വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ഏകദേശം ആ ഫീമെയിൽ ഇരിക്കാനുള്ള ചട്ടിയാണ്. പിന്നെ നമ്മൾ വെള്ളം എന്നും മാറ്റി കൊടുക്കണം ഗൈസ്. ഇതാണ് വെള്ളം മാറ്റി, ഇന്ന് രാവിലെ മാറ്റിയേ ഉള്ളൂ. ഇതാണ് കാൽഷ്യം ബ്ലോക്ക്. കാൽഷ്യം ബ്ലോക്ക് എന്തായാലും വെക്കണം. അത് വെച്ചാലേ എൻ്റെ ലവ് ബേർഡ്സിൻ്റെ മുട്ടയുടെ തോട് നല്ല കട്ടിയാവത്തുള്ളൂ. കട്ടിയായാൽ മാത്രമേ അത് വിരിയത്തുള്ളൂ ഗൈസ്. പിന്നെ അല്ലാതെ ഇത് കാൽഷ്യം ബ്ലോക്കൊന്നും കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മുട്ട അത്ര കട്ടി കാണൂല, ലൂസായിട്ടായിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് വാട്ടർ സപ്ലിമെൻറ്റ് കൊടുക്കണം. സപ്ലിമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ കിട്ടും സെൻകോൾ വാങ്ങിച്ചാൽ മതി. സെൻകോൾഡ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അതിന് എല്ലാ ദിവസവും ഞാൻ വെള്ളം മാറ്റുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ തെനയിൽ വൈറ്റമിൻ ഇൻ്റെ കൊടുക്കണം. വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ്. അതിനൊന്നും 1 കിലോ തെന വാങ്ങിച്ചാൽ ഒരു ടാബ്ലറ്റ് മതി. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ഞാൻ ചൂടാക്കി വേണം ഇടാൻ തെന. പിന്നെ കോളനി ബ്രീഡിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻബ്രീഡ് ചെയ്യരുത്. ഇൻബ്രീഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു മെയിലും ഫീമെയിലും വാങ്ങിച്ചു. മെയിലും ഫീമെയിലും വാങ്ങിച്ചിട്ട് അതിൽ മെയിലും ഫീമെയിലും ഫീമെയിൽ എഗ്ഗിട്ട് വിരിഞ്ഞിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു 6 മുട്ട ഇട്ടതിൽ ഒരു 4 മുട്ട വിരിഞ്ഞ് 2 മെയിലും 2 ഫീമെയിലും. അങ്ങനെയാണെങ്കിൽ ആ 2 മെയിലിനെയും ആ 2 ഫീമെയിലിനെയും ബ്രീഡ് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ അടുത്ത ലവ് ബേർഡിൻ്റെ ആ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾ അത്ര ആരോഗ്യം കാണില്ല. പിന്നെ അത് പെട്ടെന്ന് തന്നെ ചെത്തുവാൻ ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നിങ്ങൾ വളർത്തുമ്പോൾ ഉറുമ്പ് പാറ്റ ഒക്കെ വരൂലേ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറുമ്പ് ചോക്ക് കടയിൽ കിട്ടും, അതൊക്കെ വരച്ചാൽ മതി. പക്ഷേ ഇത് കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഫുഡിലൊന്നും വീഴരുത്. കാൽഷ്യം ബ്ലോക്ക്, പിന്നെ ഈ വെള്ളം, പിന്നെ ഈ തിനയിലൊന്നും വീഴരുത്. പിന്നെ നിങ്ങൾ ചട്ടി വെച്ചിങ്ങനെ സൈഡ് നല്ല ഇരുട്ടായിട്ട് വെക്കണം. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഓപ്പണിങ് എടുത്തത്. ഇപ്പോൾ ആ പെങ്കിളി എപ്പോഴും ചട്ടിക്കകത്ത് കയറും, നിങ്ങൾ കണ്ടോ? ആ പെങ്കിളി ചട്ടിക്കകത്ത് കയറും, പക്ഷെ മുട്ടയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ. പെങ്കിളി ചട്ടിക്കകത്ത് കയറുന്നുണ്ട്, പക്ഷെ മുട്ട ഇടുന്നില്ല. നമ്മൾക്ക് ഒന്ന് നോക്കാൻ വരുമ്പോഴത്തേക്ക് ചട്ടിക്കകത്ത് പേടിച്ച് കയറുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ടിപ്സ്, എൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഈ പാരൻസിന് എപ്പോഴും തിന മാത്രം കൊടുക്കാൻ പറ്റില്ല. ഇതിനെ പെട്ടെന്ന് ബ്രീഡ് ചെയ്യണമെങ്കിൽ കുറേ ഫുഡ്സ് പറയാം, അത് നിങ്ങൾ ഇടണം. പയർ കുതിർത്ത് ചെറുതായിട്ട് വെള്ളത്തിട്ട് ഒരു പുഴുങ്ങി കൊടുത്താൽ അതിൽ ബ്രീഡിങ് സെൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ബ്രീഡാകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ലീഫ് ഐറ്റംസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട് ഐറ്റംസിൽ ഞാൻ ആപ്പിൾ കൊടുക്കാറുണ്ട്, തണ്ണിമത്തൻ കൊടുക്കാറുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ ഞാൻ ക്യാരറ്റ്സ്, ബീട്രൂട്ട്, പിന്നെ റാഡിഷൊക്കെ ഞാൻ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ഗൈസ്. ഒക്കെ ഞാൻ മെയിനായിട്ട് വെജിറ്റബിൾസിലേക്ക് കൊടുക്കുന്നുള്ളൂ. പിന്നെ ലീഫ് ഐറ്റംസിൽ തുളസിയില എന്നും കൊടുക്കണം ഗൈസ്. പക്ഷെ മഴക്കാലത്ത് കൊടുക്കുന്നെങ്കിൽ ഇച്ചിരിയും പോലെ കൊടുത്താൽ മതി, നനഞ്ഞ തുളസിയില കൊടുക്കരുത്. പിന്നെ പനിക്കൂർക്ക, ഞവരയില എന്നൊക്കെ പറയും, അതൊക്കെ ഒരാഴ്ച ഒരു 2-3 എണ്ണം കൊടുക്കണം. ഒരാഴ്ച ഒരു മിനിമം 2 ദിവസം കൊടുത്താൽ മതി.
പിന്നെ നിങ്ങൾ മുരിങ്ങയില, പിന്നെ കറിവേപ്പില അത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ബ്രീഡിങ്ങിന് വാങ്ങിക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലും ഫീമെയിലും ആയിരിക്കണം. നമ്മുടെ മെയിലും ഫീമെയിലും നല്ല ആക്റ്റീവാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ വാങ്ങിക്കുമ്പോഴത്തേക്ക് പെങ്കിളി അത്ര ആക്റ്റീവ് അല്ല പോലെ തോന്നും. പക്ഷെ പെങ്കിളി അങ്ങനെയാണ്, ഇത്ര ആക്റ്റീവ് ഒന്നും കാണൂല. പക്ഷെ ആങ്കിളി നല്ല ആക്റ്റീവായിരിക്കും ഗൈസ്. പിന്നെ ബ്രീഡ് ആവുന്നതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒന്ന് പറഞ്ഞ് തീർക്കാം. ആങ്കിളി പെങ്കിളിക്ക് ചുണ്ടിൽ വെച്ച് ആഹാരം കൊടുക്കും. അതാണെങ്കിൽ ആ രണ്ട് ബ്രീഡായെന്ന് അറിയാൻ പറ്റും. പിന്നെ ആങ്കിളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആങ്കിളി പെങ്കിളീൻ്റെ രോമങ്ങളിലൊക്കെ പോയിട്ട് എന്താ തടവി കൊടുക്കുന്ന പോലെ കാണിക്കൂലേ, അതൊക്കെ ബ്രീഡിങ് സിംറ്റംസ്. ഈ വീഡിയോ ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഞെക്കി കൊടുക്കുക. നമ്മളെ കുറച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ വീഡിയോ ഇപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ എടുത്തിട്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. See you next video.